ലോകപ്രസിദ്ധമായ ബോധ്ഗയയിലേക്കാണ് ഇന്നേ ദിവസം ഞങ്ങളുടെ യാത്ര നടത്തിയിരിക്കുന്നത്. രാവിലെ ഞങ്ങൾ ആരംഭിച്ച യാത്രയാണ്. ലക്ഷ്യം വച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥലം തന്നെയാണ്, ബോധ്ഗയ. ധാരാളം സന്യാസിമാർ ഈ ബോധ്ഗയ എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം ലക്ഷ്യമാക്കി യാത്ര പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ വാഹനവും ഏതാണ്ട് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ച ഈ ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് ലഭ്യമായത്. ചെറിയ ഒരു പാർക്കിംഗ് ഫീസ് ഉണ്ട്. അതിന്റെ മുൻഭാഗത്തുള്ള ഒരു ഹോട്ടൽ സമുച്ചയമാണ് ഇത്. ഞങ്ങൾ നടന്ന ഈ ഒരു ബോധ്ഗയയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ മുൻഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് അകത്തേക്ക് വീഡിയോഗ്രാഫി ഒരു കാരണവശാലും അവർ അനുവദിക്കുകയില്ല. അകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള സ്കാനിങ്ങും നടത്തിയതിനു ശേഷം മാത്രമാണ് പ്രവേശനം സാധ്യതമാവുകയുള്ളൂ. എല്ലാ സ്ഥലവും കണ്ടതിന് ശേഷം ഓർമ്മയ്ക്കായിട്ട് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ മാത്രം എന്റെ വീഡിയോയിൽ ഞാൻ പകർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബുദ്ധന് ബോധോദയം ലഭിച്ച ഗയ എന്ന് പറയുന്ന സ്ഥലത്തെ ആ പ്രധാന അമ്പലം നിലകൊള്ളുന്നത്. അതിന്റെ മുകൾ ഭാഗത്തെ തഴിക്കുടം മുഴുവനും സ്വർണത്താൽ നിർമ്മിതമാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. ബോധ്ഗയയിൽ വെച്ചാണ് ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിക്കുകയും പിന്നീട് ലോകം മുഴുവനും അറിയപ്പെടുന്ന നല്ല ഒരു മതമായിട്ട് അത് മാറുകയും ചെയ്തിരിക്കുകയാണ്. ബുദ്ധന് ബോധോദയം ലഭിച്ച ആ സ്ഥലത്ത് ധാരാളം സന്യാസിമാർ കൂടാരമടിച്ച് താമസിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്.